ഷാറുഖ് ഖാൻ ദ കിങ് ഓഫ് ബോളിവുഡിൻ്റെ ബാദ്ഷാ, നമ്മളുടെയൊക്കെ SRK. ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാതെ ഷാറുഖ് ഖാൻ ഇന്ന് ബോളിവുഡിൻ്റെ കിങ് ഖാനാണ്. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഷാറുഖ് ഖാൻ ഇന്ന് മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ആക്ടറാണ്. ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും അഭിനയത്തോടുള്ള മോഹം കൊണ്ട് മാത്രം അദ്ദേഹം ഇന്ന് ഈ ലെവലിലെത്തി. തൻ്റെ പിതാവിൻ്റെ മരണശേഷം, അതുകൂടാതെ അസുഖമായി കിടക്കുന്ന ഉമ്മയുടെ മരുന്നിന് ചികിത്സയ്ക്കും അതിനു വേണ്ടിയെല്ലാം പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പല പാർട്ട് ടൈം ജോബുകളും ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂടെ അഭിനയം എന്ന മോഹവും. ശേഷം ഷാറുഖ് ഖാൻ അഭിനയത്തോടുള്ള മോഹം കൊണ്ട് മുംബൈയിലേക്ക് വണ്ടി കയറി. അങ്ങനെ ഇരിക്കെയാണ് ഷാറുഖ് ഖാൻ ഒരു തിയേറ്റർ ആക്ഷൻ ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് ബ്രിട്ടീഷ് സംവിധായകനും അതുപോലെ നാടകൃത്തുമായ ബാരി ജോൺസൺ എന്ന വ്യക്തിയെ ഷാറുഖ് ഖാൻ കണ്ടുമുട്ടിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് ഷാറുഖ് ഖാൻ അഭിനയത്തിലേക്കുള്ള ചുവട് വെച്ചു. 1988 ദിൽദാരെ എന്ന ടെലിവിഷൻ ഷോയിലൂടെയായിരുന്നു ഷാറുഖ് ഖാന്റെ ആദ്യത്തെ അഭിനയത്തിന്റെ തുടക്കം. അതിനുശേഷം ഷാറുഖ് ഖാന് പല സീരിയലുകളിലും പിന്നീട് ഒരുപാട് അവസരങ്ങൾ വന്നു. 1992 ദീവാന എന്ന മൂവിയിലൂടെ ഷാറുഖ് ഖാൻ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിലേക്ക് ഹീറോയി വന്ന ഷാറുഖ് ഖാൻ പലരും നിരസിച്ച വില്ലൻ വേഷം ഷാറുഖ് ഏറ്റെടുത്തു. 1993 ഇറങ്ങിയ ഡർ എന്ന സിനിമയിലെ വില്ലൻ വേഷം ഷാറുഖ് ഖാൻ അതിഗംഭീരമാക്കി. ശേഷം ഇറങ്ങിയ ബാസിഗർ, അതുപോലെ തന്നെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന മൂവികളെല്ലാം ഷാറുഖ് ഖാനെ വേറെ ഒരു കൈൻഡ് ഓഫ് മൂവിയിലേക്ക് എത്തിച്ചു. 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ സിനിമ ഇന്നും ബോംബെയിലെ മാരാത്ത മന്ദിർ എന്ന തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയാണ്. 1995 റിലീസായ ഈ സിനിമ ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഷാറുഖ് ഖാൻ മൂവി തന്നെയാണ്. റൊമാൻറ്റിക് മൂവീസുകൾ മാത്രമല്ല, അദ്ദേഹത്തിന് ആക്ഷനുകളും അടിപൊളിയായി ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച് 2006 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഡോൺ എന്ന മൂവി. അതിൽ അടിപൊളി വേറെ ലെവലായിരുന്നു ഷാറുഖ് ഖാൻ്റെ കഥാപാത്രം. അതിനുശേഷം ഒരുപാട് നല്ല നല്ല മൂവീസുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൊണ്ടുവന്നു. 2010 ഇറങ്ങിയ ഷാറുഖ് ഖാൻ്റെ മൈ നെയിം ഈസ് ഖാനൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കരിയറിൽ ഏറ്റവും ബെസ്റ്റ് മൂവിയിലൊന്നാണ്. 2013 റിലീസായ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയ്ക്ക് ശേഷം 2018 വരെ അദ്ദേഹത്തിന് മറ്റുള്ള അതിന് ശേഷം ഇറങ്ങിയ സിനിമകളിലൊന്നും വലിയ വിജയങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം 4 വർഷങ്ങൾക്ക് ശേഷം 2023 പുറത്തിറങ്ങിയ പഠാൻ എന്ന മൂവിയിലൂടെ ആയിരുന്നു കംബാക്ക്. അതൊരു ആക്ഷൻ പൊള്ളി ഐറ്റം തന്നെ ആയിരുന്നു ആ സിനിമ. അന്നത്തെ 3 മൂവീസുകളായിരുന്നു 2023 ഷാറുഖ് ഖാൻ്റെ റിലീസായത്. അതിനുശേഷം ജവാന്, ലാസ്റ്റ് ഇറങ്ങിയ ഡുങ്കി, ഈ 3 സിനിമകളും അത്യാവശ്യം ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ ഉണ്ടാക്കിയിരുന്നു. 3 സിനിമകളും ഒരു ടൈമിൽ ആദ്യമായിട്ടാണ് ഷാറുഖ് ഖാൻ്റെ ഒരു വർഷത്തിൽ 3 സിനിമകൾ ഇറങ്ങുന്നത്. 3ഉം അടിപൊളിയായി വിജയിച്ച സിനിമകളായിരുന്നു. 2023 സംഭവിച്ചത് ഷാറുഖ് ഖാൻ്റെ ഒരു കംബാക്ക് തന്നെ ആയിരുന്നു. എന്നും എപ്പോഴും ബോളിവുഡിൻ്റെ കിങ് ഷാറുഖ് ഖാൻ തന്നെ, ദ കിങ് ഓഫ് ബോളിവുഡ്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അദ്ദേഹം ഇന്ന് കിങ് ഖാനായി മാറിയപ്പോൾ വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് ആക്ടർമാരിൽ 4ാം സ്ഥാനത്താണുള്ളത്. പല പ്രതിസന്ധികളും തരണം ചെയ്ത് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ സിനിമയിലെ കിങ് ഖാനായി മാറിയ കഥ നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇനി ഷാറുഖ് ഖാൻ്റെ വരാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. 2026 ആദ്യത്തെ മൂവി ഇറങ്ങുന്നത്, ദ കിങ് എന്ന മൂവി. അപ്പോൾ ഇനി നല്ല നല്ല മൂവീസ് ഷാറുഖ് ഖാൻ്റെ വരട്ടെ. അപ്പോൾ അതിനായി കാത്തിരിക്കാം. ഓക്കെ, ബൈ.